അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സൂറ അൻ-നസ്ർ. ഇമാം ഷാഫി റഹിമഹുല്ലാ പറഞ്ഞു, മറ്റൊരു സൂറത്തും അവതരിപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിലും മനുഷ്യർക്ക് മാർഗദർശനത്തിന് ഈ ഒരു സൂറത്ത് മാത്രം മതിയാകുമായിരുന്നു. അത്രത്തോളം അർത്ഥഗാംഭീര്യമുള്ള ഒരു സൂറത്താണ് സൂറ അൽ അസ്ർ. അസ്റിൻ്റെ അർത്ഥം, അൽ അസ്റിൻ്റെ അർത്ഥം എന്താണ്? 3 അർത്ഥങ്ങളുണ്ട്. ഒന്നാമത്തെ അർത്ഥം കാലം അല്ലെങ്കിൽ സമയം, മൊത്തത്തിൽ ഭൂതകാലവും വർത്തമാനകാലവും ഭാവിയും ഒക്കെ കാലമാണ്. രണ്ടാമത്തെ അർത്ഥം അസ്ർ നമസ്കാര സമയം. മൂന്നാമത്തെ അർത്ഥം പ്രവാചകൻ്റെ നിയോഗകാലം, ഇസ്ലാമിൻ്റെ ആഗമനത്തിൻ്റെ യുഗം. ഇസ്ലാമിൻ്റെ യുഗം എന്ന് പറയുന്നത് അസർ എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ചോദ്യം: അള്ളാഹു കാലത്തെ സാക്ഷിയാക്കി സത്യം ചെയ്യാൻ കാരണമെന്താണ്? ഉത്തരം: മനുഷ്യൻ്റെ വിജയവും പരാജയവും സംഭവിക്കുന്നത് കാലത്തിനുള്ളിലാണ് എന്നതിനാലും കാലം മനുഷ്യന് നൽകപ്പെട്ട ഏറ്റവും വലിയ മൂലധനമായതിനാലും. ഖുസ്ർ ഖുസ്ർ എന്ന പദത്തിന് നഷ്ടം എന്നതിനേക്കാൾ വലിയ എന്ത് അർത്ഥമാണ് ഈ സൂറത്തിൽ പണ്ഡിതന്മാർ നൽകുന്നത്? ഉത്തരം: ഖുസ്ർ എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ നാശമാണ്. അഥവാ മൂലധനം പോലും നഷ്ടപ്പെട്ട കച്ചവടക്കാരൻ്റെ അവസ്ഥ. വെറും ലാഭം നഷ്ടപ്പെടുന്നതല്ല, മറിച്ച് മുതൽ തന്നെ ഇല്ലാതാകുന്ന ദുരന്തമാണ് ഖുസ്ർ എന്ന് പറയുന്നത്. ഈ സൂറത്തിൽ വിജയത്തിന് അള്ളാഹു വെച്ച വിജയത്തിൻ്റെ 4 നിബന്ധനകൾ ഏവ? ഒന്നാമത്തേത് ഈമാൻ, അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും ഉറച്ച വിശ്വാസം. അതാണ് വിജയത്തിൻ്റെ അടിത്തറ. രണ്ടാമത്തെ കാര്യം സ്വാലിഹായ കർമ്മങ്ങൾ, ഇഖ്ലാസ്, അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ. അതേപോലെ ഇത്തിബാ, പ്രവാചക ചര്യ അനുസരിച്ചു കൊണ്ടുള്ള കർമ്മങ്ങൾ. ഈ രണ്ടും ഒത്തുചേർന്നതാണ് സ്വാലിഹായ കർമ്മം എന്ന് പറയുന്നത്. അടുത്തത് സത്യം കൊണ്ടുള്ള ഉപദേശങ്ങൾ, ഹക്ക് കൊണ്ടുള്ള ഉപദേശം. അടുത്തത് ക്ഷമ കൊണ്ട് ഉപദേശം. സത്യമാർഗത്തിലെ പ്രയാസങ്ങൾ അതിജീവിക്കാൻ ക്ഷമ അനിവാര്യമാണ്. അടുത്ത ചോദ്യം: എന്തുകൊണ്ടാണ് സത്യവിശ്വാസത്തിന് ശേഷം സൽക്കർമ്മങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞത്? ശരി ഉത്തരം: കർമ്മങ്ങളില്ലാത്ത വിശ്വാസം ഫലശൂന്യമാണെന്നും വിശ്വാസത്തിൻ്റെ ബാഹ്യമായ തെളിവാണ് കർമ്മങ്ങളെന്നും സൂചിപ്പിക്കാൻ. അടുത്ത ചോദ്യം: തവാസൗ ക്രിയാരൂപത്തിൻ്റെ സന്ദേശം. തവാസോ എന്ന് പറയുന്നത് പരസ്പരമുള്ള കൈമാറ്റമാണ്. ഒരാൾ മറ്റൊരാളെ ഉപദേശിക്കണം, തിരിച്ചും ഉപദേശിക്കപ്പെടണം. ഇത് ഒരു സമൂഹത്തിൻ്റെ കൂട്ടായ ഉത്തരവാദിത്തമാണ്. ഇതൊരു വൺ വേ പരിപാടിയല്ല. ഇത് എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമുള്ള കൈമാറ്റമാണ് എന്ത് തവാസു എന്ന് പറയുന്നത്. പരസ്പരം ഉപദേശിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കുക. എന്തൊക്കെയാണ് ഉപദേശിക്കേണ്ടത്? സത്യം, അൽ ഹക്ക് കൊണ്ടുള്ള ഉപദേശം,
ഇതിൽ ഉൾപ്പെടുന്നത് തൗഹീദ്, ശരീഅത്ത് നിയമങ്ങൾ, നീതി നിർവഹണം. ഉപദേശം ആദ്യം തുടങ്ങേണ്ടത് സ്വന്തം ആത്മാവിൽ നിന്നും കുടുംബത്തിൽ നിന്നും. ഹക്ക് കൊണ്ടുള്ള ഉപദേശം. രണ്ടാമത്തേത് ക്ഷമ അല്ലെങ്കിൽ സ്വബർ കൊണ്ടുള്ള ഉപദേശം. സ്വബറിൻ്റെ ഭാഷാർത്ഥം പിടിച്ചു നിർത്തുക അല്ലെങ്കിൽ തടഞ്ഞു വെക്കുക. സത്യമാർഗത്തിൽ പ്രയാസങ്ങളുണ്ടാകും, അതിനെ അതിജീവിക്കാൻ ക്ഷമ അനിവാര്യം. അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് അള്ളാഹു ഇന്നൽ ഇൻസാന എന്ന ഏകവചനം തുടങ്ങി ഇല്ലല്ലദീന എന്ന ബഹുവചനം എന്നതിലേക്ക് മാറിയത്? തുടങ്ങിയത് ഇന്നൽ ഇൻസാന. ഉത്തരം, മനുഷ്യൻ സ്വാഭാവികമായും പരാജയത്തിലേക്ക് ചായുന്നവനാണ്. കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമേ വിജയം കൈവരിക്കാൻ കഴിയൂ. സൂറ തുടങ്ങുമ്പോൾ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, അത് ഏകവചനത്തിലാണ് തുടങ്ങിയത്. മനുഷ്യൻ നഷ്ടത്തിലാണ് എന്നുള്ള അർത്ഥത്തിലാണ് അത് തുടങ്ങുന്നത്. അവസാനം ഇല്ലല്ലദീന ആമനു, അത് അവിടെ ബഹുവചനമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥമെന്ന് പറയുന്നത് മനുഷ്യൻ സ്വാഭാവികമായും പരാജയത്തിലേക്ക് ചായുന്നവനാണ്. കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമേ, ഒരു ബഹുവചനം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകളുടെ പരസ്പരമുള്ള കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ വിജയം കൈവരിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ്. സ്വഹാബികൾ തമ്മിൽ പിരിയുമ്പോൾ ഈ സൂറത്ത് പാരായണം ചെയ്തിരുന്നു. ചെയ്ത കരാറുകൾ പുതുക്കാനും വിജയത്തിൻ്റെ 4 നിബന്ധനകൾ ഓർമ്മിപ്പിക്കാനും. ഹക്ക്, ഹക്കിൻ്റെ നിർവചനം എന്താണ്? മാറ്റമില്ലാത്തതും യഥാർത്ഥ്യവുമായ കാര്യം. അള്ളാഹുവിൻ്റെ വചനമാണ് ഏറ്റവും വലിയ സത്യം. അതാണ് ഹക്കിൻ്റെ നിർവചനം. തവാസോ ബിസ്വബർ, വ്യക്തി ജീവിതത്തിൽ വിപത്തുകൾ വരുമ്പോൾ തളരാതിരിക്കാനും തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കാനും മറ്റുള്ളവർക്ക് ധൈര്യം നൽകാനുമുള്ള ഒരു ഇച്ഛാശക്തിയാണ് സ്വബർ എന്ന് പറയുന്നത്. തവാസോ ബിസ്വബർ, അത് വ്യക്തി ജീവിതത്തിൽ ഉണ്ടാവുകയും മറ്റുള്ളവർക്ക് പരസ്പരം ഉപദേശം നൽകുകയും ചെയ്യുക. സാമ്പത്തിക പാഠം. സമയം പണത്തേക്കാൾ മൂല്യമുള്ളതാണ്. സമയം പാഴാക്കുന്നത് ഏറ്റവും വലിയ സാമ്പത്തിക നഷ്ടമാണ്. മനഃശാസ്ത്രപരമായ കാരണം. പകലിലെ ജോലികളെല്ലാം കഴിഞ്ഞ് മനുഷ്യൻ തളർന്നിരിക്കുന്ന സമയമാണ് അസർ. ആ സമയത്ത് ആരാധനയും ശ്രദ്ധയും വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. ഫീ, നഷ്ടം എന്ന വാക്കിന് മുമ്പിൽ ഫീ പ്രയോഗിച്ചത് മനുഷ്യൻ നഷ്ടത്തിൻ്റെ ആഴക്കടലിൽ മുങ്ങിയിരിക്കുകയാണ് എന്ന ഭീകരത സൂചിപ്പിക്കുവാൻ. കാലത്തിൻ്റെ ഏറ്റവും വലിയ താക്കീത്. കഴിഞ്ഞുപോയ സമയം ഒരിക്കലും തിരിച്ചു വരില്ല. ഇതാണ് കാലം സാക്ഷിയാണെന്ന് പറയുമ്പോൾ ലഭിക്കുന്ന ഏറ്റവും വലിയ മുന്നറിയിപ്പ്. സൂറത്തിൻ്റെ ആകത്തുക, കൺക്ലൂഷൻ. പാരത്രിക രക്ഷ വിശ്വാസത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് കർമ്മത്തിലും സാമൂഹികമായ ഇടപെടലുകളിലും അധിഷ്ഠിതമാണ്.